ഹലോ ഗൈസ്, കുടയൊക്കെ പിടിച്ച് എങ്ങോട്ടാണല്ലേ? ഞങ്ങൾ ഈ റോഡ് വഴി സഞ്ചരിച്ചപ്പോൾ ഒരു കുട വിൽക്കുന്ന ഒരു ആളെ കണ്ടു. നമ്മൾ കുടയൊന്ന് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ. വളരെ വില കുറച്ചാണ് ഇവിടെ കുട വിൽക്കുന്നത്. വലിയ കുടയാണ് കേട്ടോ. അത് കുടയൊക്കെ എന്താ വിലയാ? കുട സ്റ്റാർട്ടിങ് 250 തൊട്ട് 250 രൂപ. 250 തൊട്ട് ഒരു 700 വരെ ഉള്ളത്. 700 വരെയുള്ള. അപ്പോൾ ഗൈസ് 250 രൂപ തൊട്ട് 700 ഉള്ള കടയിലൊക്കെ കൊടുക്കണമെങ്കിൽ ഒരു 500 രൂപ 450 രൂപയെങ്കിലും ഒരു കുടയ്ക്ക് കൊടുക്കണം അല്ലേ? പിന്നെ നമ്മളതിൽ ഡിസ്കൗണ്ട് ചെയ്താൽ കൊടുക്കുന്നത്. 350 നമ്മൾ 250 രൂപ കൊടുക്കും. 100 രൂപ കുറവ്. ഇത് എത്ര നാളുണ്ട് കച്ചവടം ഉണ്ട്? നമുക്ക് 16 കൊല്ലം കൊണ്ട് സ്ഥിരമായിട്ട് കുടക്കച്ചവടം തന്നെയാണോ? നമ്മൾ ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ എത്തിച്ചു കൊടുക്കുമോ? ഈ സീസൺ സമയത്ത് കുടക്കച്ചവടം. സീസൺ സമയത്ത്, മഴ സമയത്തല്ലേ? ഓക്കെ, അതിന്റെ വിലയൊക്കെ നമുക്ക് കാണിക്കാവോ കുടയൊക്കെ? ഇത് അടിപൊളി കുടയാണല്ലോ. ഇതാണ് എല്ലാ ഡിസൈനൊക്കെ ഉണ്ടല്ലോ, പേപ്പറിന്റെ അല്ലേ? പേപ്പർ പ്രിന്റ്. ഇതെന്താ പറയാ? ഇത് 250. അപ്പൊ കഴിച്ചാണ്ട് 250 രൂപ ഈ കുടയ്ക്ക് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള കുടയാണ്. കാലം കുടയാണല്ലേ? അത് കാലം കുടയാ കേട്ടോ. ഓക്കെ ഓക്കെ. പിന്നെ ഏതൊക്കെയുള്ള വേറെ? 250 സ്റ്റാർട്ടിങ് അല്ലേ? സ്റ്റാർട്ടിങ് 250. ഇതാകുമ്പോൾ 3 ഫോൾഡ്. 3 ഫോൾഡ്. ഇതെന്താ വിലയാ? ഇത് 300. 300 രൂപ. ഇതാകുമ്പോൾ 3 ഫോൾഡ് ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്. അത് കൊള്ളാമല്ലോ. 250 രൂപ ഉള്ളൂ. ഇത് 500. 500. അപ്പൊ കഴിച്ച് ഇത് 500 രൂപ കേട്ടോ. ഇത് ഇച്ചിരി നല്ല ക്വാളിറ്റി ഉള്ള കുടയാണ്. ഫൈബറിന്റെ ആണ്. ഇതൊക്കെ നല്ല കുടയാണ്. ഫ്യൂസിനൊക്കെ നല്ല വലിയ കുടയാണ്. എത്ര പേർക്ക് കയറായി ഒരു കുടയ്ക്കകത്ത്? 2-3 പേർക്ക് കയറാല്ലേ? 3 പേർക്ക് കയറാം. അപ്പൊ ഗൈസ് അപ്പഴാ 3 പേർക്ക് കയറാൻ പറ്റുന്ന വലിയ കുടയാണ് കേട്ടോ. എന്താ പറയുക? ഇതിന് 550. ഫൈബറാണ്. 550 രൂപ. ഫൈബറാണ്. ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാ കേട്ടോ. അപ്പൊ ഗൈസ് നല്ല ക്വാളിറ്റി ഉള്ള ഫൈബറിന്റെ ആണെന്നാ പറയുന്നത്. വാട്ടർ പ്രൂഫ് ആണ്. വാട്ടർ പ്രൂഫ് ആണ്. നല്ല. ഇത് 500. ഇത് 550. ഇത് 550 രൂപ. പിന്നെ ഇതൊക്കെ ഈ വലുതോ? ഇത് അതേ സെയിം 550. 550. ഇതാകുമ്പോ സാധാ ആയിട്ട് ഇത് 250. 250 രൂപ ഉള്ളൂ. വലിപ്പം ഉണ്ടെന്നുള്ളു. പക്ഷേ ഇത് വലിയ കുടയാണ്. ഡിസൈൻ ഒക്കെ ഉള്ള കുടയാണ് കേട്ടോ. 250 രൂപ. 250 അല്ലേ? 250 രൂപ ഉള്ളു കേട്ടോ. അപ്പൊ അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്താൽ കൊണ്ടു കൊടുക്കും. ഹോൾസെയിലിന്റെ പരിപാടി ഉണ്ടല്ലേ? ഹോൾസെയിൽ നമ്മൾ വില കുറയില്ലയോ? അപ്പൊ കഴിച്ച് ഹോൾസെയിലിന്റെ പരിപാടി ഉണ്ടോ? ഹോൾസെയിൽ ആകുമ്പോൾ വില കുറയുന്നതാണ് പറയുന്നത് കേട്ടോ. ഹോൾസെയിൽ ആർക്കെങ്കിലും കുടയൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി. റീറ്റെയിൽ ആയിട്ടും കോൺടാക്ട് ചെയ്താൽ കൊടുക്കല്ലേ? അപ്പോൾ റീറ്റെയിൽ ആയിട്ടും കോൺടാക്ട് ചെയ്താൽ അദ്ദേഹം എത്തിച്ചു തരുന്നതാണ്. എവിടെ വീട്? എവിടാണ്? ഓച്ചിറയിലാണ് അദ്ദേഹത്തിന്റെ വീട്. അപ്പൊ ഈ നമ്പറൊക്കെ ഇതിനകത്ത് കൊടുത്തേക്കാം കേട്ടോ. ആവശ്യമുള്ളവരൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യണം. സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തില്ല. ഇപ്പം ചെങ്ങന്നൂർ മാവേലിക്കര റൂട്ടാണ്. പെണ്ണിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ കണ്ടത് കേട്ടോ. സ്ഥിരമായിട്ട് ഒരിടത്തില്ല. നമ്മളിങ്ങനെ പുള്ളിങ്ങനെ ഓരോരുത്തർക്കും മാറി മാറിയാണ്. അതുകൊണ്ട് കോൺടാക്ട് നമ്പർ തരാം. അപ്പൊ അതിനകത്ത് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ളവർക്ക് എത്തിച്ചേരുന്നതാണ് കേട്ടോ.